നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയുന്നത് ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് സൂത്രരചുക്കൾക്കുള്ള പ്രാധാന്യത്തെ പറ്റിയാണ്. വാസ്തുശാസ്ത്രവിധി പ്രകാരം ഒരു ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രധാനമായും 4 സൂത്രങ്ങളെയാണ് പരിഗണിക്കുന്നത്. ഗൃഹനിർമ്മിതി ചെയ്യേണ്ടുന്ന പറമ്പിനെ മധ്യത്തിലൂടെ കിഴക്ക് പടിഞ്ഞാറായും തെക്ക് വടക്കായും ഓരോ രേഖയെ സങ്കല്പിച്ചാൽ കിഴക്ക് പടിഞ്ഞാറായി വരുന്ന രേഖയെ ബ്രഹ്മസൂത്രമെന്നും തെക്ക് വടക്കായി വരുന്ന രേഖയെ യമസൂത്രമെന്നുമാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ യമസൂത്രവും ബ്രഹ്മസൂത്രവും കണ്ടെത്തി കഴിയുമ്പോൾ പറമ്പ് 4 ഖണ്ഡങ്ങളാകുമെന്നുള്ളതാണ്. കിഴക്ക് വടക്ക് ഭാഗത്ത് വരുന്ന ഖണ്ഡത്തിനെ മനുഷ്യഖണ്ഡമെന്നും തെക്ക് കിഴക്ക് ഭാഗത്ത് വരുന്ന ഖണ്ഡത്തിനെ അഗ്നിഖണ്ഡമെന്നും മൃത്യുഖണ്ഡമെന്നും അറിയപ്പെടുന്നു. തെക്ക് പടിഞ്ഞാറുള്ള ഖണ്ഡത്തെ നിരുതിഖണ്ഡമെന്നും ദേവഖണ്ഡമെന്നുമാണ് അറിയപ്പെടുന്നത്. അതേപോലെ വടക്ക് പടിഞ്ഞാറായി വരുന്ന ഖണ്ഡത്തിനെ വായുഖണ്ഡമെന്നും അസുരഖണ്ഡമെന്നുമാണ് അറിയപ്പെടുന്നത്. ഇതൊരു വലിയ പറമ്പാണെങ്കിൽ മനുഷ്യഖണ്ഡത്തിലാണ് ഗൃഹനിർമ്മിതി ചെയ്യേണ്ടത്. മനുഷ്യഖണ്ഡത്തിൽ ഗൃഹനിർമ്മിതി ചെയ്യുന്നതിന് ഏതെങ്കിലും വിധത്തിൽ തടസ്സങ്ങളുണ്ടായാൽ ദേവഖണ്ഡത്തിലാണ് ഗൃഹനിർമ്മിതി ചെയ്യേണ്ടത്. അസുരഖണ്ഡത്തിലും മൃത്യുഖണ്ഡത്തിലും ഗൃഹനിർമ്മിതി ചെയ്യാൻ പാടില്ല എന്നാണ് വിധിച്ചിട്ടുള്ളത്. ഇന്ന് അധികവും ചെറിയ പറമ്പുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മളിവിടെ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഗൃഹനിർമ്മിതി ചെയ്യാൻ പറമ്പിന് തന്നെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇത് ചെറിയ പറമ്പാണെങ്കിൽ നമുക്ക് കണ്ണം തിരിച്ച് അതിൽ ഗൃഹനിർമ്മിതി ചെയ്യുന്ന കാര്യം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെറിയ പറമ്പാണെങ്കിൽ നമുക്ക് ഗൃഹമധ്യവും നമ്മൾ ഗൃഹനിർമ്മിതി ചെയ്യേണ്ട പറമ്പിൻ്റെ മധ്യവും ഒന്നായി വരാതെ അല്പം കിഴക്ക് വടക്കിലേക്കോ തെക്ക് പടിഞ്ഞാറിലേക്കോ നീക്കി വെച്ചുകൊണ്ടായിരിക്കണം ഗൃഹനിർമ്മിതി ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ബ്രഹ്മസൂത്രവും യമസൂത്രവും കൂടാതെ വടക്ക് പടിഞ്ഞാറ് വായു കോണിൽ നിന്നും തെക്ക് കിഴക്ക് അഗ്നിക്കോണിലേക്കും തെക്ക് പടിഞ്ഞാറ് നിരുതി കോണിൽ നിന്നും വടക്ക് കിഴക്ക് ഈശാന കോണിലേക്കും ഓരോ സൂത്രങ്ങളെ വിധിച്ചിട്ടുണ്ട്. ഇവയെ രജുക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ സൂത്രരജുക്കളുടെ അഗ്രമൂലങ്ങൾ 8 ദിക്കിലേക്കും കടന്നു പോകുന്നുണ്ട്. അവിടെ നിർമ്മിക്കുന്ന കുളം, കിണർ, അതുപോലെ തന്നെ മറ്റ് ഉപനിർമ്മിതികൾ ഇതിൻ്റെ ഒന്നും മധ്യസൂത്രവുമായി ഈ പറഞ്ഞ സൂത്രരജുക്കൾ വേദിക്കപ്പെടാൻ പാടില്ല എന്നാണ്. അങ്ങനെ ഓരോ ദിക്കിലും വേദിച്ചാൽ ഓരോ ദോഷഫലത്തെയും പറയുന്നുണ്ട്. കിഴക്കാണ് വേദിക്കുന്നതെങ്കിൽ ഭർതൃവിരഹവും, തെക്ക് കിഴക്കായാൽ കുഷ്ഠരോഗവും. ഇന്ന് കുഷ്ഠരോഗമൊന്നും നമുക്കിന്ന് കാണാൻ കഴിയുന്നില്ല. മുൻകാലങ്ങളിലെ ഒരു സ്ഥിതി വെച്ചാണ് ഈ ഫലം പറഞ്ഞിട്ടുള്ളത്. നമുക്കിന്ന് ചിന്തിക്കാൻ കഴിയുന്നത് അതേപോലെയുള്ള രോഗങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട് എന്ന് ചിന്തിച്ചാൽ മതി. തെക്ക് ഭാഗത്താണ് വേദിക്കുന്നതെങ്കിൽ ശത്രുപീഡയും, തെക്ക് പടിഞ്ഞാറ് വേദിച്ചാൽ പുത്രനാശവും, പടിഞ്ഞാറായാൽ ധനനാശവും, വടക്ക് പടിഞ്ഞാറായാൽ വാതരോഗവും, വടക്കായാൽ കുലനാശവും, വടക്ക് കിഴക്കായാൽ ധാന്യനാശവും ഫലമാകുന്നു എന്നാണ് വിധിച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഗൃഹനിർമ്മിതിയിൽ ഗൃഹമധ്യസൂത്രവും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ ഗൃഹമധ്യത്തിലായി സ്റ്റെയർ കേസ്, ടോയ്ലറ്റ്, ഭിത്തികൾ ഇവയൊന്നും തന്നെ ഗൃഹമധ്യത്തിൽ വരാതെ ശ്രദ്ധിക്കണം. ഗൃഹമധ്യസൂത്രം കടന്നു പോകുന്നതിന് ഇതൊന്നും തന്നെ തടസ്സമാകരുത്. അതുകൊണ്ട് തന്നെ ഗൃഹനിർമ്മിതി ചെയ്യുമ്പോൾ ഇതൊക്കെ തന്നെ വളരെയധികം ശ്രദ്ധിക്കണം. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നത് വരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.